ബഷീർ സാറൊക്കെ പ്രസംഗിക്കുമ്പോൾ പുനലൂരിലൂടെയൊക്കെ ശ്രീനാരായണ ഗുരു സഞ്ചരിച്ചതിനെ കുറിച്ചിട്ടുള്ള റെഫറൻസസ് ഉണ്ട്. അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മായി എന്നോട് പറയാണ്, നീ ശ്രീനാരായണ ഗുരുവിനെ പഠിക്കുന്ന ആളാണല്ലോ, നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ ദൂരെയല്ലാതെ അപ്പുറത്തൊരു വീട്ടിൽ ഗുരു സ്ഥാനം പറഞ്ഞൊരു കിണറുണ്ട്. അപ്പോൾ എനിക്ക് ആ കിണർ കാണാൻ വളരെ കൗതുകമായി. പറഞ്ഞു, ആ ഉടമസ്ഥരൊക്കെ മാറി. പഴയ ഉടമസ്ഥരായിരുന്നു. അവർ വീട് വിറ്റ നേരത്ത് പുതിയ ഉടമസ്ഥർ ഈ കിണറിൽ തൊടാൻ ശ്രമിച്ചു, അവരത് പൊളിക്കാൻ ശ്രമിച്ചു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, അതൊന്നും ചെയ്യരുത്, ഇത് ശ്രീനാരായണ ഗുരു സ്ഥാനം കണ്ട കിണറാണ് എന്ന് പറഞ്ഞാൽ ആ കിണറിനടുത്തേക്ക് ഗുരു ചെന്നു എന്നാണല്ലോ അർത്ഥം. ഗുരു പോയിട്ടേ ഇല്ല എന്ന് ഞാൻ വിചാരിച്ച കുന്നിക്കോട് വരെ ശ്രീനാരായണ ഗുരു എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിനുള്ളിൽ ഗുരു സഞ്ചരിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങൾ അപൂർവമായിരിക്കുമെന്നാണ് അർത്ഥം. ഇങ്ങനെയുള്ള മുദ്രകൾ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. നമ്മൾ ആ ശ്രമം നടത്തണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഗുരു വന്നിരുന്നിട്ടുള്ള സ്ഥലം, ഗുരു വായിച്ചിട്ടുള്ള പുസ്തകം. ചാലയിൽ ഒരു കടയിൽ ഏറെക്കാലം ഇരുന്നാണല്ലോ ശ്രീനാരായണൻ തമിഴ് ഭാഷ പഠിച്ചെടുത്തതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ചാലയിൽ ഒരു പുസ്തകശാലയിൽ ഇരിക്കുമ്പോഴാണ് ശിവദർശനത്തെക്കുറിച്ചും തമിഴ് യോഗശാസ്ത്രത്തെക്കുറിച്ചിട്ടുമുള്ള അപൂർവമായ പാഠങ്ങൾ ശ്രീനാരായണൻ പഠിച്ചെടുക്കുന്നത്. ആ പുസ്തകശാലയിൽ പുസ്തകം എടുത്തു കൊടുക്കുന്നയാളായി ശ്രീനാരായണൻ 2 കൊല്ലത്തോളം ഇരുന്നു എന്ന് പറയുമ്പോൾ ആ സ്ഥലത്തെ നമുക്ക് ഇന്ന് കണ്ടുപിടിക്കാൻ പറ്റണം. എനിക്ക് തോന്നുന്നത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൻ്റെ 100 മീറ്റർ ചുറ്റളവിൽ എവിടെയാണ് ആ കടയുടെ സ്ഥാനമെന്നുള്ളത് കൊണ്ട് ആ കട ഇപ്പം ഞാൻ കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ സ്ഥലത്ത് ഗുരുവിരുന്ന് പുസ്തകങ്ങൾ സൂക്ഷ്മമായി തുറക്കുകയും ഈ പറയുന്ന പഠനകാലത്താണ് തുറക്കുകയും ശൈവദർശനത്തിലെ അസാധാരണമായ ദർശനങ്ങളെപ്പറ്റി അദ്ദേഹം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇത് ഗുരു പറയുകയാണ്, മുക്കുവർ പൊങ്ങുതടികൾ കടലിലിറക്കി വലയിടാൻ വരുന്നത് പ്രഭാതത്തിന് വളരെ മുന്നെയാണ്. അപ്പോൾ നാം എഴുന്നേറ്റ് അവിടെ നിന്ന് പൊയ്ക്കളയും. ഈ പൊങ്ങുതടിയിൽ മത്സ്യത്തിൻ്റെ മണമുണ്ട്, അവരിടുന്ന ചൂണ്ടയുണ്ട്, അവർക്ക് കടലിലേക്ക് എറിയുന്ന വലകളുടെ അവശിഷ്ടങ്ങളും ഒരുപക്ഷെ അവർ കടലിലേക്ക് ചെല്ലുമ്പോൾ ഭക്ഷിച്ചുപോയ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളും ഉണ്ടാകാം. അതൊന്നും തെല്ലും അലോസരപ്പെടുത്താതെ ഒരു തൊഴിലാളിയുടെ ജീവനോപാധിയായ കട്ടമരത്തിൻ്റെ മുകളിൽ ശ്രീനാരായണൻ ഒരു എതിർപ്പുമില്ലാതെ കിടക്കുന്നു എന്നുകൂടി മനസ്സിലാക്കണം. അവർ അടുപ്പിക്കാൻ കൊള്ളാത്തവരാണ്, അവർ നാറുന്നവരാണ് എന്നുള്ളതല്ല ഗുരുവിൻ്റെ ദർശനം. അവർ പണിയെടുത്ത് കഷ്ടപ്പെട്ട് ക്ലേശിച്ച് ജീവിതത്തെ പൂർത്തീകരിക്കുന്നതാണ് എന്ന് പറയുന്ന ഒരു ജീവിത ദർശനം കൂടി ശ്രീനാരായണൻ എന്ന മഹാസന്യാസിയുടെ കാഴ്ചപ്പാടിലുണ്ട് എന്നാണ് ഈ വാക്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റുക. അങ്ങനെ 30-40 നാഴിക വരെ ഞാൻ നടക്കുമായിരുന്നു. അപ്രകാരമുള്ള ദീർഘസഞ്ചാരം കൊണ്ട് കാൽ കഴപ്പ് മുതലായ സുഖക്കേടുകൾ അന്നുണ്ടായിരുന്നില്ല. ഈ നടപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗുരുവിൻ്റെ ജീവിതത്തെ ബലപ്പെടുത്തുന്നതിൽ ഗുരുവിൻ്റെ സഞ്ചാരത്തിന് വലിയ പ്രസക്തി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ ആയിരിക്കണം ഒരു പക്ഷേ വാരാണപ്പള്ളിയിലെ താമസകാലത്തും ഗുരു മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നത്. വർക്കല സ്ഥലമാഹാത്മ്യമെന്ന കൃതി എഴുതിയ പ്രസിദ്ധനായ കുമ്മൻപള്ളി രാമൻപിള്ള ആശാന്റെ ശിഷ്യനാവാൻ വേണ്ടിയിട്ടാണ് മാതുലൻ കൃഷ്ണൻ വൈദ്യർ അദ്ദേഹത്തെ ഈ ചെമ്പഴന്തിയിൽ നിന്ന് കായംകുളത്തെ വാരാണപ്പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത്. അന്ന് ഗുരുവിൻ്റെ സവിശേഷതകൾ കണ്ടിട്ട് ശ്രീനാരായണന് മറ്റുള്ളവർക്ക് കൊടുക്കാത്ത ചില പരിഗണനകൾ വാരാണപ്പള്ളി വീട്ടുകാർ കൊടുത്തിരുന്നു. ചില ജീവചരിത്രങ്ങൾ പറയുന്നത് അദ്ദേഹത്തോടൊപ്പം പഠിച്ചിരുന്ന മറ്റു കുട്ടികൾ അവിടത്തുകാർക്ക് നേരിയതും കസവുമൊക്കെ കൊടുത്തിരുന്നു. വീട്ടിൽ നിന്ന് മടങ്ങി വരുന്ന സമയത്ത് പ്രത്യേകം സമ്മാനങ്ങൾ കൊടുത്തിരുന്നു. പക്ഷെ ശ്രീനാരായണൻ കൊടുത്തിരുന്നത് അപാരമായ സ്നേഹവും ക്ഷമയും അവരോടുള്ള വാത്സല്യവും സത്യസന്ധതയുമായിരുന്നു എന്ന് ജീവചരിത്രങ്ങളെല്ലാം അടയാളപ്പെടുത്തുന്നു. മറ്റുള്ളവർ മീൻകറി കഴിക്കുമ്പോൾ അദ്ദേഹം മീൻകറി കഴിക്കുമായിരുന്നില്ല. അതുകൊണ്ട് നാരായണന് പ്രത്യേകം ഭക്ഷണം കൊടുക്കാൻ ആ വീട്ടുകാർ ശ്രദ്ധിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത കുന്നത്തു ഭവനത്തിലേക്ക് താമസം മാറ്റുന്നുണ്ടല്ലോ, അവിടുത്തെ ഗോവിന്ദപ്പണിക്കരോട് പല കാര്യങ്ങളെപ്പറ്റിയും പുലരും വരെയും സംസാരിച്ചു കൊണ്ടിരുന്ന ശ്രീനാരായണൻ
ഒരിക്കൽ ഗോവിന്ദപ്പണിക്കരോട് പറഞ്ഞ വാക്യം ഇങ്ങനെയാണ്: എനിക്ക് ഒരു ചെമ്പ് മൊന്തയുടെ ആവശ്യമുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പറഞ്ഞാൽ നമ്മളെന്താ വിചാരിക്കുക? ഗോവിന്ദപ്പണിക്കരോട് പറയാം, എനിക്ക് ഒരു ചെമ്പ് മൊന്തയുടെ ആവശ്യമുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും, രാത്രി കിടക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ അല്ല വെള്ളം കുടിക്കണം, ഇടക്കിടക്ക് എണീറ്റ് വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു ചെമ്പ് മൊന്തയുടെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് വരുമ്പോൾ ശുചിയാക്കാൻ ഒരു ചെമ്പ് മൊന്തയുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് കാല് കഴുകാമല്ലോ. ഗുരു പറയാം, എനിക്കൊരു ചെമ്പ് മൊന്തയുടെ ആവശ്യമുണ്ട്. അത് കഴിഞ്ഞുള്ള വാക്യം നോക്കൂ: ഈ സംസാരാർണവത്തിൽ ഒന്ന് മുങ്ങി നോക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ചെമ്പ് മൊന്ത അപ്രസക്തമായി. ഇത് കാല് കഴുകാനല്ല, രാത്രി വെള്ളം കുടിക്കാനല്ല, സംസാരാർണവത്തിൽ ഒന്ന് മുങ്ങി നോക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ അടിയിൽ രത്നങ്ങളുള്ളവ ചെമ്പ് മൊന്തയിലാക്കി എനിക്ക് ലോകക്ഷേമത്തിന് കാഴ്ചവെക്കണം. വാരണപ്പള്ളി പഠിച്ചിരുന്ന ഏതെങ്കിലും ഒരു ശിഷ്യൻ ഇങ്ങനെ സംസാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരുപക്ഷെ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു പ്രതിഭയെ കേട്ടിരിക്കുമ്പോൾ ആ കേട്ടിരിക്കുന്ന ഗോവിന്ദപ്പണിക്കർക്ക് അല്പസ്വല്പ സാംസ്കാരിക ബോധമില്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്നയാളെ കുറ്റപ്പെടുത്തും. പക്ഷെ ഈ ചെമ്പ് മൊന്തയിൽ ശ്രീനാരായണൻ കാഴ്ചവെച്ച, ലോകക്ഷേമത്തിനു വേണ്ടി കാഴ്ചവെച്ച രത്നങ്ങൾ എന്താണെന്നുള്ളത് നമുക്കിപ്പോൾ വ്യക്തമാണ്. അതിലേറ്റവും വലിയ രത്നമാണ് അനുകമ്പ. ആ അനുകമ്പയില്ലെങ്കിൽ ഭൂമിയിലെ ജീവിതം ഒരു നരകമാണ് എന്ന് നമുക്കറിയാം. ആകയാൽ അദ്ദേഹം വിനായകാഷ്ടകത്തിൽ ഈ ചെമ്പുമൊന്ത വേണമെന്ന് ഗോവിന്ദപ്പണിക്കരോട് പറഞ്ഞ കാലത്ത് എഴുതിയ വിനായകാഷ്ടകത്തിലെ ഒരു വരി നോക്കൂ: തഥാനേകസന്തം സദാദാന വന്ദം ബുധശ്രീകരന്തം ഗജാസ്യം വിഭാന്തം കരാത്മീയദന്തം ത്രിലോകൈകവൃന്ദം സുമന്ദം പരം തം ഭജേഹം ഭവന്തം. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രയോഗം വിനായകനെ കുറിച്ച് പറയുകയാണ്. കരാത്മീയദന്തം, ഈ ഒടിഞ്ഞ കൊമ്പിനെ തൻ്റെ കയ്യിൽ തന്നെ വെച്ചുകൊണ്ട് സഞ്ചരിക്കുകയാണല്ലോ ഗണപതി. അപ്പം അത് കേവലമായൊരു മെറ്റഫറായിട്ടല്ല ഗുരു ഇത് പറയണത്. ഈ ഒടിഞ്ഞ കൊമ്പ്, പരശുരാമനുമായി നടന്ന യുദ്ധത്തിൽ മുറിഞ്ഞുപോയ ആ കൊമ്പിനെ വഴിയിൽ ഉപേക്ഷിക്കുകയല്ല വിനായകൻ ചെയ്തത്. ആ കൊമ്പിനെ തൻ്റെ കരത്തിലേന്തി നടന്നു. ഈ കൊമ്പ് ഉപയോഗിച്ചാണ് ഗണപതി എഴുതിയിരുന്നത് എന്ന് ചരിത്രം. ഈ എഴുത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സാമൂഹിക ബോധത്തിൻ്റെയും പ്രാരംഭത്തിൻ്റെയും ഈശ്വരനായ വിനായകനെ നേരത്തെ പറഞ്ഞ ലോകക്ഷേമത്തിൻ്റെ പ്രതീകമായി കൂടി അവതരിപ്പിക്കുകയാണ്. അനേകം സജ്ജനങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള, എപ്പോഴും ദാനം കൊടുക്കുന്ന, ജ്ഞാനികൾക്ക് ഐശ്വര്യമുണ്ടാക്കുന്ന, ബുധശ്രീകരന്തമായിട്ടുള്ള, ഗജാനനനും പ്രഭയാൽ ജ്വലിക്കുന്നവനുമായിട്ടുള്ള സുമന്തനായ ഗണപതി എന്ന് ഒരു 10-25 വയസ്സ് പ്രായമുള്ള കാലത്ത് എഴുതാൻ പരിപക്വമായി ശ്രീനാരായണൻ എഴുതാൻ കഴിയണമെങ്കിൽ അക്കാലത്തു തന്നെ അദ്ദേഹം അത്രയും ജീവിതത്തെ ജീവിച്ചു തീർത്തു എന്നാണ് അർത്ഥം. പക്ഷേ ആ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗുരുവിന് പറ്റിയില്ല. 4 കൊല്ലമെന്ന് ചിലർ, 2 കൊല്ലമെന്ന് മറ്റു ചിലർ. വയറിനു ബാധിച്ച രോഗം കാരണം ശ്രീനാരായണൻ അവിടെ തുടരാൻ പറ്റിയില്ല. അപ്പോൾ അവിടുന്ന് കുമ്മംപള്ളിൽ രാമൻപിള്ള ആശാൻ ചെമ്പഴന്തിയിലേക്ക് അറിയിപ്പ് കൊടുക്കുന്നു. ഇവിടുന്ന് അമ്മാവൻ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് രോഗം ബാധിച്ച തൻ്റെ മരുമകനെ അവിടുന്ന് കായംകുളത്തിൽ വള്ളത്തിൽ കയറ്റി തിരിച്ച് സഞ്ചരിക്കുന്നു. ഈ ദീർഘദൂരം ഞാൻ നടക്കുന്നത് കൊണ്ട് കാൽകഴപ്പ് മുതലായ സുഖക്കേടുകൾ എനിക്കുണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞ അതേ ശ്രീനാരായണനെയാണ് വള്ളത്തിൽ തിരിച്ച് സഞ്ചരിക്കുന്നത്. ശ്രീനാരായണ ജീവിതത്തെ പഠിക്കുന്നവർ ഈ വള്ളത്തിലെ തിരിച്ചുള്ള സഞ്ചാരവും നോക്കണം. അന്ന് അമ്മാവൻ എന്തായിരിക്കും ഗുരുവിനോട് പറഞ്ഞിട്ടുണ്ടാവുക? നാരായണൻ്റെ വയറ്റുവേദനയെക്കുറിച്ച് എന്തൊക്കെയാവും അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഒരു കാര്യം സംഭവിച്ചു. അവിടെ വെച്ച് വയറുവേദന കാരണം, രക്താതിസാരം കാരണം ബുദ്ധിമുട്ടിയിരുന്ന നാണു
വള്ളത്തിൽ ഈ ജലപാതയിലൂടെ സഞ്ചരിച്ച് ചെമ്പഴന്തിയിലെത്തിയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ വയറിൻ്റെ അസുഖം പകുതി കുറഞ്ഞിരുന്നു. പിന്നീട് ചെമ്പഴന്തിയിലെ വാസകാലം കൊണ്ട് ഗുരുവിൻ്റെ അസുഖം മിക്കവാറുമൊക്കെ ഭേദമായതിനെക്കുറിച്ചിട്ടാണ് പറയുക. സഞ്ചാരമെന്നത് കരയിലൂടെയുള്ള സഞ്ചാരമായാലും ജലത്തിലൂടെയുള്ള സഞ്ചാരമായാലും ഇനി മൗനത്തോടെ മനുഷ്യർക്കിടയിലൂടെയുള്ള സഞ്ചാരമായാലും ഗുരുവിൻ്റെ വ്യക്തിത്വത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടൊരു സൂചനയാണ്.